Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Wacom Intuos എന്ന് പറഞ്ഞ മോഡലിലെ പെൻടാബ്ലെറ്റിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ ക്രിയേറ്റേഴ്സിനും ഗ്രാഫിക് ഡിസൈനേഴ്സിനും വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും മുഴുവൻ വാച്ച് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് Wacom Intuos എന്ന് പറഞ്ഞ മോഡലിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബോക്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വലിപ്പവും അതേപോലെ അതിൻ്റെ പാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. വളരെ കംഫർട്ടായിരിക്കും. നിങ്ങൾക്ക് കൊണ്ടു നടക്കാനും ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. നമ്മൾ നേരത്തെ ഡെക്കോ 3 എന്ന മോഡൽ നമ്മൾ ചെയ്ത സമയത്ത് ബോക്സിന് നല്ല വലിപ്പം കൊടുത്തിരുന്നവർ, അതേപോലെ പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ശരിക്കും അത്ര അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാക്കം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കംഫർട്ടബിളും അതേപോലെ നമുക്ക് യൂസ് ചെയ്യാനും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ ഇതിന് ബ്ലാക്ക് കളറാണ് ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിട്ടുള്ളത്. ഇതിന് എക്സ്ട്രാ 2 സോഫ്റ്റ്വെയർ അവർ തരുന്നുണ്ട്. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നിരുന്നാലും സിമ്പിളായിട്ട് ഇതെടുക്കാൻ സാധിച്ചു. നമ്മുടെ ഡെക്കോ 3 XP പെന്നിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഓപ്പൺ ആയിരുന്നു. ഇത് വന്നിട്ട് കുറച്ച് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പാക്കിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഇതിന് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. ഈ ഒരു മോഡൽ 2 ടൈപ്പ് വരുന്നുണ്ട്. Intuos M-ഉം Intuos S-ഉം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലും ബ്ലൂടൂത്ത് ഡിവൈസും വയർഡ് ഡിവൈസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് വയർഡ് ഡിവൈസാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPad mini ആ ഒരു സൈസിലേക്കാണ് ഇതിൽ കാണിക്കുന്നത്. വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ്. നമുക്ക് യൂസർ ഫ്രണ്ട്ലിയും നമുക്ക് കൊണ്ടു നടക്കാനും വളരെയേറെ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു പെൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പെന്നിനും അതേപോലെ പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെക്കോ 3ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പെന്നും ഇതും ഏകദേശം ഒരേപോലുള്ള പെന്നുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് എക്സ്ട്രാ നിബ്സ് വരുന്നുണ്ട്. നമുക്ക് തേയ്മാനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഒരു 3 എക്സ്ട്രാ നിബ്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേന അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തത് ഇതിൻ്റെ വയറാണ്, ഈ കണക്റ്റിംഗ് വയർ. ഇതിന് ഡെക്കോ 3യിലുള്ള പോലെ C പോർട്ടല്ല വരുന്നത്, ഇതിന് B പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നോർമലി USB പോർട്ടും, പിന്നെ അതേപോലെ അതിൻ്റെ വാറണ്ടി, അതേപോലെ യൂസർ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇതിന് ബോണസ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞത്, ഇതിന് ഉള്ളിൽ ഏതെങ്കിലും ഒരു കോഡ് ഇതിൽ അവൈലബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെച്ചായിരിക്കണം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോഡക്റ്റ് കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ തരുന്ന എക്സ്ട്രാ ബോണസ് സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതതിൻ്റെ വാറണ്ടി കാർഡാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ B പോർട്ട് നമ്മൾ പെൻ ടാബിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ഒരു USB പോർട്ട് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്നത്. നമ്മളത് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി പേന നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേന ഇത് ബാറ്ററി ഫ്രീ ആണ്. നമുക്കിതിന് ബാറ്ററി ആവശ്യമില്ല, ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പെന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എനി ടൈം യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എക്സ്ട്രാ നിബ്സ് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളത്. പേന അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയി Wacom എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന wacom.com എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ സപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ പ്രോഡക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും കാണിക്കുക. അതേപോലെ മാക്, വിൻഡോസ് OSൻ്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ ആണ് വാക്കം സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെ പെൻ സെറ്റിങ്സും കീ സെറ്റിങ്സും അതേപോലെ മാപ്പിംഗ് കാര്യങ്ങളെല്ലാം സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരേ ഒരു വിൻഡോ തന്നെ ആയിരിക്കും. അതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണത്. അപ്പോൾ ഇതിൽ ഓൾ അതേഴ്സ് എന്നുള്ളതിൽ നമുക്ക് സിസ്റ്റം ഓവറാളായിട്ട് നമുക്ക് സെറ്റിങ്സ് കൊടുക്കാവുന്നതാണ്. അതേപോലെ സെപ്പറേറ്റ് ഫോട്ടോഷോപ്പിന് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിലവിൽ കാണിക്കുന്നത് ടിപ്പ് ഫീലും അതേപോലെ കറൻറ്റ് പ്രഷർ, അതിൻ്റെ എത്രത്തോളം പ്രഷർ വരുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പെർസെൻറ്റേജിൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ താഴത്ത് വരുന്നത് ഡബിൾ ക്ലിക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം, അതേപോലെ ഷോർട്ട് കട്ട് കീസും പെന്നിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ നമുക്കതിൽ പെൻടാബ്ലറ്റിൽ വരുന്ന ആ ഒരു 4 കീൻ്റെ സെറ്റിങ്സും കൊടുക്കാൻ പറ്റും. അതേപോലെ എത്ര മാപ്പിംഗ് ഏരിയ ഡിസ്റ്റൻസ് വേണമെന്നുള്ളതെല്ലാം ഇതിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ സെപ്പറേറ്റ് നമുക്കതിൽ ഫോട്ടോഷോപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ഡിവൈസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബോണസ് സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാക്കം ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 സോഫ്റ്റ്വെയറിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കസ്റ്റമൈസ് സെറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പോ ആർട്ട് സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബ്രഷസിൽ പോയി കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന നല്ല ബ്രഷുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വർക്കിംഗ് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിലൊരു നല്ല ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു രീതി വരച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രഷറാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ലൈറ്റായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രഷിൻ്റെ വർക്കിംഗ് ശരിക്കും അങ്ങനെയല്ല. അതിൻ്റെ പ്രഷർ നമ്മൾ ലൈറ്റായിട്ടൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നമുക്കതിൻ്റെ ആ ഒരു പ്രഷർ ആ ഒരു സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല ചിത്രങ്ങൾ ഇതിൽ വരച്ചെടുക്കാൻ സാധിക്കും. നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ ഒരു വാക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കോ 3 XP പെന്നിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കുറച്ചുകൂടി പെർഫോമൻസിലാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് തന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.